ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നീണ്ട 7 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ റിട്ടേൺ ടു ദ റെന്റഡ് ഹോം. ഇവിടെ ആകെ എല്ലാം ഡിസോർഡർ ആയിട്ട് കിടക്കാണ്. ഈ കുറച്ച് ദിവസം ഇവിടെ നിന്ന് ഇങ്ങനെ മാറി നിന്നാൽ നൈറ്റ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ മാറിക്കാറുള്ളത്. എൻ്റെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. അപ്പോൾ ആകെ എല്ലാം ഡിസോർഡർ ആയിട്ട് കിടക്കണം പോലെ പെട്ടെന്ന് പൊടി കയറണ പോലെയൊക്കെ തോന്നും കേട്ടോ. അത് മാത്രമല്ല ഒക്കെ നമുക്ക് റീഅറേഞ്ച് ചെയ്യണം. കിച്ചണിലെ സംഭവങ്ങളൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ സ്റ്റോക്കിലേക്ക് അതൊക്കെ റീപർച്ചേസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാനായിട്ട് ഞാൻ അതിന് തന്നെ കഥ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പുറത്ത് പോകണ സംഭവങ്ങൾ വാങ്ങിക്കണം. ആൺകുട്ടി എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവളെ എടുക്കണം പറ്റുകയാണെങ്കിൽ. അവിടെ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്തു കൊണ്ടുവരണം. പിന്നെ എന്താ പരിപാടി എന്ന് വെച്ചാൽ കാലത്ത് തന്നെ എൻ്റെ കിച്ചണിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ റബ്ബ എടുത്തിട്ട് കുറച്ച് പൂവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. പിന്നെ മേക്കപ്പ് ചെയ്യണം. അതാണ് ആദ്യം. ഫേസിലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് വേഗം മേക്കപ്പ് ചെയ്തിട്ട് ഇറങ്ങാൻ നോക്കാം. ഞാൻ പറഞ്ഞില്ല ഗൈസ്, നമ്മൾ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കോരി എടുക്കുന്നുണ്ട്. ഒരാൾക്കുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരു മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് തോല് പൊളിച്ചിട്ട് എടുക്കുന്നുണ്ട്. പഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉപ്പുമാവ് കഴിക്കാൻ വലിയ എയിമൊന്നും ഇല്ല കേട്ടോ. എനിക്കിങ്ങനെ ഉപ്പുമാവിൽ പഴമൊക്കെ കുഴച്ച് നേന്ത്രപ്പഴം ചെറുപഴം അങ്ങനെ കുഴച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പഞ്ചസാരയിട്ട് കഴിക്കാൻ വലിയ താല്പര്യമില്ല, എന്നാലും ഒന്നുമില്ലെങ്കിൽ അങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല, സവാള ഇതൊക്കെ അരിഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കഴിച്ച് പോകാം കേട്ടോ. പിന്നെ അധികമൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു മുട്ട അതും വല്ലാണ്ട് വെന്തിട്ടില്ല കേട്ടോ, വേവ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസർ ഇല്ലേ, അതാണ് ഇപ്പോൾ ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര അഫോർഡബിൾ ആണ്. ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കുക. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. പക്ഷേ നല്ല എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെങ്കിൽ നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഇത് പ്ലമ്മിൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഈ ഒരു ഐറ്റം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണമെന്നില്ല, കാരണം അത്ര നല്ല പെർഫോമൻസ് ഒന്നുമല്ല. സ്വെറ്റ് ചെയ്യുന്നുണ്ട് വല്ലാണ്ട്, പിന്നെ ഓയിലി ആകുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ അത്ര ഫേവറേറ്റ് അല്ല. കുഴപ്പമില്ല എന്നേ പറയാനുള്ളൂ കേട്ടോ. ഞാൻ വേണ്ടവർക്ക് ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷെ വാങ്ങണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. പിന്നെ ലോട്ടസിൻ്റെ ജെൽ ക്രീമാണ്. ഇതൊരു ഫെയർനെസ് ക്രീം പോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൺസ്ക്രീനിൻ്റെ മേലെ അതിട്ട് കൊടുത്തു. പിന്നെ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത് റെനയുടെ PH ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അവിടെ PHനനുസരിച്ചിട്ട് നമ്മുടെ ലിപ്പിൻ്റെ കളറ് ചേഞ്ച് ആകില്ലേ, ആ ഒരു സംഭവമാണ്. ഇതും എൻ്റെ ഫേവറേറ്റ് ഒന്നല്ല, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട കളറല്ല കിട്ടാറുള്ളത്. നമ്മുടെ PHനനുസരിച്ചാണല്ലോ കളർ വരുന്നത്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യും ലിപ്സിനെ. ഇത് ലിപ് ബാമോ ലിപ്സ്റ്റിക്കാണോ എന്ന് എനിക്ക് കൺഫ്യൂഷനാണ് കേട്ടോ. ഞാൻ ലിങ്ക് എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിൽ വെച്ചിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐബ്രോസും. കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ചെയ്യണില്ല കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിൽ പോകണം, അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് തട്ടിക്കൂട്ട് മേക്കപ്പ് ചെയ്യുകയാണ്. പിന്നെ ഇത് മെബലൈൻ്റെ മസ്കാരിയാണ് കേട്ടോ. ഹൈ സ്കൈ മസ്കാരിയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ലൊരു മസ്കാരിയാണ്. അങ്ങനെ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഐറ്റംസ് ഓർത്തെടുത്ത് എഴുതി വെക്കുകയാണ്. അത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. ഞാൻ ഇടയ്ക്കിങ്ങനെ ഓർമ്മ വരുമ്പോൾ എഴുതി വെക്കും കേട്ടോ, നമ്മുടെ തീർന്ന ഐറ്റംസൊക്കെ. അപ്പോൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് പോവുകയാണ് ചെയ്യുക. ഫോണിൽ സേവ് ചെയ്തിടൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എഴുതി വെക്കും, എന്നിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് പോവും. അങ്ങനെ നമ്മൾ പോവാണ്. വീടൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടോ. എൻ്റെ ഈ ഒരു സ്കൂട്ടി ഉണ്ടല്ലോ, ഇതിന് റിവേഴ്സ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇട്ട് കാണിക്കുന്നത്. എനിക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. ചില സമയത്തൊക്കെ ആരെങ്കിലും നമുക്ക് പിന്നിൽ നിന്ന് വലിക്കണ്ടേ, വല്ല കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗട്ടറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വലിച്ചെടുക്കണ്ടേ പാർക്ക് ചെയ്യണ സമയത്തൊക്കെ. നമുക്ക് സ്വയം റിവേഴ്സ് ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ എടുത്തു പോരാ കേട്ടോ. അങ്ങനെ മാമനും മോള് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോയിരുന്നു. നിങ്ങൾ പൊക്കോ, ഞാൻ വരാം. ബൈ അമിരാറ്റ, അമ്മ അങ്ങോട്ട് വരാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിപ്പോയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വീട്ടിലെത്തിപ്പോയല്ലോ. ആമിക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് അപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് പുറത്തുനിന്ന് കയറില്ല കേട്ടോ. ഇപ്പോൾ സിറ്റിയുടെ കുഷ്യൻസ് കണ്ടായാലും ചായയൊക്കെ കളഞ്ഞിട്ട് അമ്മ കഴുകി വെയിലത്ത് വെച്ചിരിക്കുക. ഈ ഒരു ചെടി കണ്ട എന്ത് രസമാണെന്ന് അറിയും. ഇങ്ങനെ തൂങ്ങി കിടക്കൂട്ടെ. അതിൽ പൂക്കളൊക്കെ ഇങ്ങനെ കൊലകൊലയായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കും. നല്ല രസമാണ്. അതിനകത്ത് ഹമ്മിങ് ബേർഡ് കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ കുട്ടിയും വട്ടിയൊക്കെ ആയിട്ട് സ്ഥിരം അവിടെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട് വയ്ക്കും, മുട്ടയിടും. കുഞ്ഞുങ്ങൾ വലുതായി കഴിയുമ്പോൾ ഒറ്റങ്ങൾ പോവും, പിന്നെയും വരും. ഇത് തന്നെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ ഇടയ്ക്ക് വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോണ്ടല്ലോ കണ്ണിന് മുന്നിൽ കൂടെ ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് സംഭവം ഇങ്ങനെ പറന്നു പോവും. അമ്മ ചെത്തണ് ഒരു കഷ്ണം പേരക്കയുടെ ഒരു പിങ്ക്. അത് പിങ്ക് എനിക്കിഷ്ടമാണ്. മധുരണ്ടാ? ഞാൻ ആ ചെടി എടുക്കാൻ വന്നതാ, ആ മീനെ കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. വയർത്തും നല്ല വരും.
ഇന്നലെ ഇതുപോലെ വരുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോഴല്ല മഴ പെയ്താ. ഞാൻ ഇന്ന് വീട്ടിൽ വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വിളവെടുപ്പായിരിക്കും കേട്ടോ. അതായത് ഒന്നല്ലെങ്കിൽ കുരുമുളക് അല്ലെങ്കിൽ ജാതിക്ക. അപ്പോൾ ജാതിക്കൊക്കെ ഒരുവിധം വിളഞ്ഞ് സെറ്റായി പച്ചത് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ അതിൻ്റെ പത്രി ഇങ്ങനെ വേർപ്പെടുത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ആദ്യമൊന്നും അറിയണ്ടായിരുന്നില്ല ഇതിൻ്റെ പത്രിക്ക വില കൂടുതലെന്ന്. ഇതിൻ്റെ പത്രിക്കയാണ് വില കൂടുതൽ. ആ കനം കുറഞ്ഞ നൂല് പോലെയുള്ള സംഭവത്തിന് കേട്ടോ. ജാതിക്കായേനേക്കാളും വില ആ ഒരു ഐറ്റത്തിനാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തേനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ചെയ്യാനായിട്ടും. അപ്പോൾ ഞാൻ ആമിക്കുട്ടിയൊക്കെ ഇതിങ്ങനെ വാരിട്ട് കൊടുക്കുക. പക്ഷേ എനിക്ക് ഡൗട്ട് എൻ്റെ ഡ്രസ്സിൽ കറിയാവുമെന്നാണ് കേട്ടോ. ജാതിക്ക് നല്ല കറിയുണ്ട് അതിന്. അപ്പോൾ ഡ്രസ്സിലാകുമെന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ എനിക്കിത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. അതെങ്ങനെ അറിയോ, മരത്തുമ്മ തന്നെ നിന്നിട്ട് ഇങ്ങനെ നിന്ന് നല്ലോണം വിളഞ്ഞ് കുരുവൊക്കെ താഴെ തന്നെ വീഴില്ലേ. അപ്പോൾ ആ ഒരു കായ മാത്രമായിട്ട് ഇങ്ങനെ മരത്തിൽ നിൽക്കും. അത് പൊട്ടിച്ച് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കറിയും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കിയിട്ടാ. ഈ ജാതിക്കായ കൊണ്ട് നമ്മൾ അച്ചാറിട ഉപ്പിലിടൊക്കെ ചെയ്യില്ലേ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ നല്ല ഇഷ്ടം. അങ്ങനെ നമ്മുടെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം വന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇനി ഫുഡിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകാൻ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാലത്താണെങ്കിൽ ഉപ്പുമാവ് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടിലെ ഐറ്റംസ് ഒക്കെ തീർന്നിരിക്കുകൊണ്ട് നമ്മളൊന്നും റെഡി ആക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വേഗം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞാൻ വേഗം വന്ന് ഫുഡ് കഴിക്കുക. കുറച്ച് താറാവ് കറി എടുത്തു, സാമ്പാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ കഴിച്ചത് നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആമീനും കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആമീനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആമി ഇങ്ങനെ ഓടി നടന്ന് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തിടും കേട്ടോ ബാസ്ക്കറ്റിൽ. പിന്നെ ഞാനത് മാറ്റാനായിട്ട് നടക്കണം. അവളുടെ ഇഷ്ടത്തിന് ഇപ്പോൾ ബാസ്ക്കറ്റ് ആണല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഇത് വെയിറ്റ് കൂടുമ്പോൾ നമ്മളൊരു ഭാഗത്ത് വെക്കുമ്പോൾ ഇവളിങ്ങനെ ഓരോന്നോരോന്ന് കൊണ്ടുവന്നിടും. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും കുറേ ബിസ്ക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ഞാൻ പിന്നെ അതിൽ നിന്നൊരു ഫിൽട്രേഷൻ നടത്തേണ്ടി വരും, മാറ്റി കൊണ്ടുവരേണ്ടി വരും ആവശ്യമില്ലാത്തതൊക്കെ. അങ്ങനെ നമ്മൾ ഒരുവിധം ഐറ്റംസൊക്കെ എടുത്തു. ഫ്രോസൺ ഐറ്റംസ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചു കേട്ടോ. സോസേജ് സംഭവങ്ങളൊക്കെ ഇല്ലേ, ചിക്കൻ സോസേജ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആമിക്കും ചേട്ടനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിൽമയുടെ പാല്, ചീസ്, ബട്ടർ, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ മഷ്റൂം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മഷ്റൂം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ബട്ടൺ മഷ്റൂംസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മളിങ്ങനെ അധികം നേരമൊന്നും നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. അതിന് 5 ദിവസം 4 ദിവസം അങ്ങോട്ട് എക്സ്പയറി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മൾ വേഗം കറി വെച്ച് തിന്നണം. അപ്പം അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിച്ചണിലേക്ക് നമുക്ക് അടച്ച് വെക്കാൻ പറ്റുന്ന നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സുകളില്ലേ, അങ്ങനത്തെ കുറച്ച് ഞാൻ വാങ്ങിച്ചു. ലഞ്ച് ബോക്സ്, നല്ലൊരു ലഞ്ച് ബോക്സ് വാങ്ങിച്ചു സ്റ്റീലിൻ്റെ. ഇന്ന് വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ 2 ചെടികളും. ഇത് വന്നിട്ട് ശംഖുപുഷ്പമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. എനിക്കിത് ഭയങ്കര ഇഷ്ട. കാലത്ത് അതിൻ്റെ ടീ ഉണ്ടാക്കി കുടിക്കില്ല, ഭയങ്കര ഹെൽത്തിയാണ്. ഞാൻ ഇത് ബ്ലൂ കളറിലുള്ളതാണ് 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെയാണ് പരിപാടി. പ്ലാൻ ഹണ്ടിങ് ആണ്. പറമ്പ് മുഴുവൻ തിണ്ടി നടന്ന് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യുക, അതിങ്ങനെ ചട്ടിയിലാക്കാം. പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എൻ്റെ വീട്ടിൽ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, ക്രീപ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാലഹരണപ്പെട്ട് ചട്ടിയൊക്കെ എക്സ്പയർഡ് ആയിട്ട് നിലത്ത് വീണ് പൊട്ടിയപ്പോൾ കുറേ പറമ്പിലൊക്കെ പടർന്ന് കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഞാൻ പറക്കിയെടുത്ത് കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ കൊണ്ടുപോകാനുള്ളതാണ്. ഇത് ഉഷാറാക്കണമെന്ന്. അങ്ങനെ നമ്മളെല്ലാ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം വാങ്ങി വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. ഇനി നമ്മൾ ഒരു മൂവിക്ക് പോകുന്നുണ്ട്. മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ജിങ്കാനയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ വേഗം കുളിച്ച് ഇനി ഒരുങ്ങണം. എല്ലാ സാധനങ്ങളും ഞാൻ അതത് സ്ഥലത്തൊക്കെ എടുത്ത് വെച്ചു. എൻ്റെ മോള് പോയി കഴിച്ചോടാ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ ഈ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു ബാഗാണ് കേട്ടോ. ജിമ്മിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു ടൈപ്പ് ബാഗാണ് കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ പറ്റുകയാണെങ്കിൽ കണ്ടതാണ് സാധനം. ആ ഒരു ഇമേജ് സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തവണ വാങ്ങിയതാണ്. അത്യാവശ്യത്തിന് ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല, റേറ്റ് കുറവാണ്. ഞാനിത് മെയിനായിട്ട് വാങ്ങിയത് ഡിന്നർ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ടാണ് കേട്ടോ. അതിനൊരു കുഞ്ഞു ബാഗ് വേണമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇവിടെ കബോർഡുകളിലൊന്നും നമുക്കൊന്നും ശരിക്കും വെക്കാൻ സ്റ്റോർ ചെയ്യാൻ പറ്റണില്ല, ഹ്യൂമിഡിറ്റി കാരണം. അപ്പോൾ ഇങ്ങനത്തെ ബാഗുകളിലാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.